തമിഴിൽ നിന്ന് ഈഗോ ക്ലാഷ് ബേസ്ഡ് ഒരു പടം വന്നിട്ടുണ്ട്. മെയിൽ ഈഗോ വേഴ്സസ് ഫീമെയിൽ ഈഗോ. അതാണ് ഈ സിനിമയുടെ പ്ലോട്ട്. വേണമെങ്കിൽ പറയാം നമ്മുടെ ആഭ്യന്തര കുറ്റവാളിയില്ലേ ആസിഫ് അലിയുടെ, അതിന്റെ ഒരു സിമിലർ പ്ലോട്ട് എന്നൊക്കെ പറയാം. നമ്മുടെ ഈ സോകോൾ ഫെമിനിസ്റ്റ് ഇല്ലേ, സോകോൾ ഫെമിനിസ്റ്റിനുള്ള ഒരു സെരുപ്പടിയാണ് ഈ പടം. ആൺപാവം പൊല്ലാത്തത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഈ സോകോൾ ഫെമിനിസ്റ്റിനെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഒരു പടമാണ് ഇത്. കണ്ടു കഴിഞ്ഞാലെങ്കിൽ അവർക്ക് മനസ്സിലാവും തോന്നുന്നു വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്യൂഡോ ഫെമിനിസം ആൻഡ് റിയൽ ഫെമിനിസം. സോ ഈ സോകോൾ ഫെമിനിസ്റ്റിനെ തപ്പിയിട്ട് വേറെ എവിടെയും പോണ്ട, നമ്മുടെ ഈ സിനിമ ഇൻഡസ്ട്രി മാത്രം എടുത്തു നോക്കിയാൽ മതി. എല്ലാവർക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ നടക്കുന്ന ഒരു ചാച്ചിയുണ്ട്. 2035 ആകുമ്പോൾ ഇന്ത്യക്ക് ഭാരത് സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇപ്പൊ അറിയാൻ പറ്റിയത്. പേപ്പറിൽ അങ്ങനെയാണ് കണ്ടത്. വേറൊരാളുണ്ട് സെയ്റ്റ് ആരൊക്കെ വന്നിട്ട് മൂട്ടി വിട്ടപ്പോ സെയ്റ്റ് ചെയ്തു, അവസാനം പടം ഇല്ലാതായി. പിന്നെ സെയ്റ്റ് മൂട്ടി വിട്ട ഒരാള്. ഇവരൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ്. സോ എന്താണ് ഫെമിനിസം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിമൻസ് ഫുട്ബോൾ മാത്രമേ കാണുള്ളൂ, അതാണ് ഫെമിനിസം. അതുകൊണ്ട് ഈ മറ്റേ റൊണാൾഡോന്റെ അടുത്തും മെസ്സിയുടെ അടുത്തൊക്കെ വിരമിക്കാൻ പറയട്ടെ ചാച്ചി. പിന്നെ വേറെ കുറച്ച് പേരുണ്ട്, ഇന്ത്യൻ വിമൻസ് ടീം വേൾഡ് കപ്പ് ജയിച്ചപ്പോ വൈ ഷുഡ് മെൻസ് ഹാവ് ഓൾ ദ ഫൺ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടവര്. എന്താ വ്യത്യാസം എന്നറിയോ? യു ഗായ്സ് ഓൺലി സെലിബ്രേറ്റ് സ്മൃതി മന്ദാന, പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. വി ഗായ്സ് സെലിബ്രേറ്റ് വിരാട് കോഹ്ലി ആൻഡ് സ്മൃതി മന്ദാന അറ്റ് ദ സെയിം ടൈം. അതാണ് വ്യത്യാസം. അർത്ഥമായിന്താ രാജ? പിന്നെ ഈ സെയ്റ്റിന്റെ ആള് ഞാൻ പറയില്ല. പിന്നെ ഒരു ആക്ടർ കം ഡയറക്ടർ ഉണ്ട്. ആള് വന്നിട്ട് എന്ത് ചെയ്തു വെച്ചാ ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ സ്ത്രീകളെ ഒരു സിനിമയിൽ പോർട്രേ ചെയ്യുന്നത് വളരെ വൃത്തികേടായിട്ടാണ് പറഞ്ഞിട്ട് ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേ ആൾ ഡയറക്ടറായി മാറിയപ്പോ എങ്ങനെയാണ് സ്ത്രീകളെ പ്രസന്റ് ചെയ്ത്? 1000 സ്ത്രീകൾക്കിടയിൽ നിന്ന് പേക്കൂത്ത് കാണിക്കുന്ന നായകൻ. വൗ, ദിസ് ഈസ് എ റിയൽ ഫെമിനിസം. വേറെ ഒരു ചേച്ചി ഉണ്ട്, സ്പേസ് ഉണ്ടാക്കുന്ന ചേച്ചി. ആളുടെ ഒരു കൺവെൻഷൻ സെന്ററോ ഓഡിറ്റോറിയോ അങ്ങനെ ഏതോ ഒരു പടം ഇറങ്ങിയിട്ടായിരുന്നു ഈ ഇടയ്ക്ക്. അപ്പൊ അതിന്റെ പ്രൊമോഷൻ എന്നുള്ള ഭാഗമായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്റർവ്യൂ എടുത്ത ആങ്കർ വളരെ മാന്യമായിട്ടും വളരെ ഭംഗിയായിട്ട് അശ്ലീലം പറയുന്ന ആളാണ്. അങ്ങേര് പറയുണ്ടായിരുന്നു, സ്ത്രീകൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ രാത്രി കിണറ്റിന്റെ മുമ്പിൽ നിന്ന് കുളിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, അങ്ങനെ എന്തോ. ഇത് കേട്ടിട്ട് ആളിരുന്ന് ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സാധനം ഇവരുടെ മറ്റേ എനിമി ഗ്രൂപ്പിലുള്ള ഹേറ്റഡ് ഗ്രൂപ്പിലുള്ള ഒരു നടനോ അല്ലെങ്കിൽ ഒരു ആളോ പറയട്ടെ, ഇവിടെ ഇക്ഷ, ഇണ്ണ, ഇമ്മ, ഇച്ച, അച്ചമ്മ, ഉച്ചമ്മ എന്നൊക്കെ അവരെ കൊണ്ട് വരപ്പിച്ചിട്ടുണ്ടാവും. സോ പല ടൈമിലും സ്പോർട്സിൽ വരെ ഇവര് ഡിസ്ക്രിമിനേഷൻ, ഇവര് പറഞ്ഞ ഈ സോ കോൾ ഫെമിനിസം പറഞ്ഞ് നടക്കുന്നവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ജെൻഡറിനോടുള്ള ഹേറ്റഡ് ആയിട്ട് അത് പലപ്പോഴും മാറിയിട്ടുണ്ട്. ഈ സ്പോർട്സിന് ഇഷ്ടപ്പെടുന്ന എത്ര സ്ത്രീകളുണ്ട്. ഹാമിൽട്ടന്റെ റേസ് കാണാൻ ഈ ലൈവ് ഇരുന്ന് കാണുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അതേപോലെ തന്നെ റാഫേൽ നദാൽ ടെന്നീസ് കളിക്കുന്ന സമയത്ത് ലൈവ് ഇരുന്ന് കാണുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അതേ സമയത്ത് എന്തുകൊണ്ട് വിരാട് കോഹ്ലി ഇഷ്ടം? വിരാട് കോഹ്ലിയുടെ താടി സൂപ്പറാണ് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ അലവലാദികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവൻ മെയിൽ സൈഡിലും ഉണ്ട് ഇങ്ങനത്തെ കുറെ ആൾക്കാർ. മെസ്സി പറഞ്ഞിട്ട് മെസ്സിയുടെ പേരിൽ ബിരിയാണിയും അതേപോലെ തന്നെ നെയ്ച്ചോറും ഇട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നവര്. അങ്ങനത്തെ ആൾക്കാരുടെ കാര്യമല്ല. റിയൽ സ്പോർട്സ് ലവേഴ്സ് ഒരിക്കലും ഇങ്ങനത്തെ സ്പോർട്സിൽ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരില്ല. ഇപ്പൊ നമ്മൾ സിനിമയെ പറ്റി പറഞ്ഞ അവസാനം സ്പോർട്സിലെത്തി. നമ്മൾ പറയുന്ന സിനിമ വന്നിട്ട് ആൺപാവം പൊല്ലാത്തത്, നമ്മുടെ ജോ കോംബോ ഇല്ലേ, റിയോ രാജ് അതേപോലെ തന്നെ മാളവിക മനോജിന്റെ പടം. സോ ജോ കണ്ടവർക്ക് അറിയാം ഇവരുടെ ഒരു കെമിസ്ട്രി കിട്ടുവാണ്. സോ ജോ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പടം. ജോയുടെ ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടിട്ട് ഞാൻ അത്രയും ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് എനിക്ക് അത്ര വർക്കായിട്ടില്ല. ദാറ്റ് വാസ് റിയലി ആവറേജ്. സോ ഇവർ രണ്ടുപേരും വീണ്ടും ഒരു സിനിമയിൽ വരുമ്പോൾ എക്സ്പെക്ടേഷൻസ് സ്കൈ ഹൈ ആയിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഭ്യന്തര കുറ്റവാളിയുടെ ഒരു സിമിലർ പ്ലോട്ടാണ് ഈ പടത്തിന്. സെയിം എന്ന് ഞാൻ പറയില്ല, ബട്ട് ഇറ്റ് സിമിലർ. ആഭ്യന്തര കുറ്റവാളി ആസിഫ് അലിയുടെ പടം കണ്ടപ്പോ കിട്ടാത്തൊരു ഫീലിംഗ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോ കിട്ടി. ദിസ് മൂവി ഇസ് ആക്ച്വലി വെരി നൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ആഭ്യന്തര കുറ്റവാളി സിനിമ ലൈഫ് ഇല്ലാത്തൊരു പടം, അതായത് ദാറ്റ് മൂവി ലാക്സ് ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നായകനും നായികയും തമ്മിൽ ഒരു വളരെ ചുരുക്കം ഒരു കോൺവെർസേഷൻ ആ സിനിമയിലുള്ളൂ. അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. എന്നാൽ ഈ പടത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഇമോഷൻസ് ഉണ്ട്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ടോപ്പിക്സ് ഉണ്ട്, നല്ല നല്ല രസമുള്ള കോമഡീസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ റൊമാൻസ് ഉണ്ട്. എല്ലാത്തിന്റെയും ഒരു പ്രോപ്പർ മിക്സ് ആണ്. കാസ്റ്റിങ്ങിനെ പറ്റി പറയാം, റിയോ രാജിന്റെ പെർഫോമൻസ് ഒക്കെ വൻ കിടും. ആൾക്ക് വന്നിട്ട് ഇമോഷൻസ് അടിപൊളിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കൗണ്ടേഴ്സ് കിടുവായിട്ട് അടിക്കും. ചില സീനൊക്കെ ഉണ്ട് മോനെ, ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ടു. അത്രയും ചിരി വന്ന സീൻസ് ഉണ്ട്. മാളവിക മനോജ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ അത്രയും കിടുവാണ്.
ഈ സിനിമയുടെ നട്ടെല്ല് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഇവരുടെ ഒരു കോംബോ ആണ്. അവരുടെ കെമിസ്ട്രി നല്ല രസമാണ്. പക്ഷെ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ആയപ്പോ ഒരാള് കേറി വന്നു, ഒരു അഡ്വക്കേറ്റ്, നമ്മുടെ റിയോ രാജിന്റെ കിഡും ആളും ആളുടെ അസിസ്റ്റന്റിന്റെയും പൂണ്ട് വിളയാട്ടമായിരുന്നു സെക്കൻഡ് ഹാഫില്. സോ ടു മീ പേഴ്സണലി ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ്. ആൻഡ് ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഒക്കെ ഇവർ ഈ ഫെമിനിസ്റ്റും അതേപോലെ തന്നെ സ്യൂഡോ ഫെമിനിസവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ കിഡുവായിട്ട് പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്യൂഡോ ഫെമിനിസം പറഞ്ഞ് നടക്കുന്ന സോക്കോൾഡ് ഫെമിനിസ്റ്റിനുള്ള ചെറുപ്പടിയാണ് ഈ പടം. അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അവർ ഈ കോർട്ടിലൊക്കെ പറയുന്നത്. ദിസ് ഇസ് നോട്ട് ആക്ച്വലി കോർട്ട് റൂം ഡ്രാമ അല്ല, ഇതൊരു ഫൺ പടം വിത്ത് എ വെരി വാലിഡ് ടോപ്പിക്. എനിക്ക് ഇങ്ങനത്തെ കണ്ടന്റ് ഓറിയന്റഡ് പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര കുറ്റവാളിയിൽ എന്റെ എക്സ്പെക്ടേഷൻസ് ഭയങ്കര സ്കൈ ഹൈ ആയിരുന്നു. പക്ഷെ അത് ഒട്ടും സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു പടമായിരുന്നു. പക്ഷെ ഇതില് നൈസാണ്. സോ ഈ സിനിമ കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, മാരേജ് ഈസ് ഡെഫിനറ്റ്ലി സ്കെയറി. കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ. ഒരു റോങ് പാർട്ട്ണറിനെയാണ് ചൂസ് ചെയ്യുന്നത് വെച്ചാ നശിച്ചു.